ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അംഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. നാളെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. വളരെ വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ. 2 അക്കം നേടിക്കൊണ്ട് BJP കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ പദയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ഫീൽഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പലയിടത്തും കോൺഗ്രസിൽ തന്നെ തീരുമാനമായില്ലെങ്കിൽ കൂടി എല്ലാ MP-മാരും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമാണ് അന്തിമമായ ഒരു തീരുമാനം വരാനുള്ളത്. NDAയിലും പ്രധാനപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. കേരളം മതനിരപേക്ഷ മനസ്സുള്ള കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്നത് ഞങ്ങളുടെ പ്രായോഗിക സ്വഭാവമുള്ള ആത്മവിശ്വാസമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. കഴിഞ്ഞ തവണത്തേത് ആവർത്തിക്കാൻ കഴിയും വിധമുള്ള സാഹചര്യമുണ്ടെന്ന് കോൺഗ്രസും അവകാശപ്പെടുകയാണ്. എന്താണ് കേരളത്തിന്റെ മനസ്സിലുള്ളത്? മതനിരപേക്ഷ കേരളം ഏത് മുന്നണിക്കൊപ്പമാണ് ഇത്തവണ നിലകൊള്ളുന്നത്? എന്തൊക്കെയാണ് കേരളത്തിന്റെ ആ നിലയ്ക്കുള്ള വിഷയങ്ങൾ? ഇത് സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ഈ രാത്രി. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ P കൃഷ്ണദാസ് മുതിർന്ന BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽ ബോസ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ CPIM-ഉം CPI-യും LDF ആകെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായി ഇന്നു മുതൽ പ്രചരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച തന്നെ നാളെ തുടങ്ങാൻ പോകുന്നുള്ളൂ. സത്യത്തിൽ ആദ്യ ലാപ്പ് നോക്കുകയാണെങ്കിൽ LDF ഒരു എഡ്ജ് എടുത്തോ? എന്ന് തോന്നുന്നു നിഷാദിന്? അങ്ങയിലെ മാധ്യമപ്രവർത്തകൻ കേരള രാഷ്ട്രീയം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്നെനിക്കറിയാം. അതിൽ UDF-നോ ഐക്യജനാധിപത്യ മുന്നണിക്കോ അങ്ങനെ ഒരു എഡ്ജ് LDF എടുക്കും എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. വളരെ കൃത്യമായി ഓരോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന പ്രക്രിയ, അതിനുവേണ്ട നടപടിക്രമങ്ങൾ എല്ലാം തന്നെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും വളരെ കൃത്യമായ ചട്ടവട്ടക്രമങ്ങളിൽ നിന്നുകൊണ്ട് നടത്തി വരികയാണ്. ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞത് 20-ൽ 19 ആണെങ്കിൽ 20-ൽ 20 പിടിക്കാൻ കഴിയുന്ന അത്രയും രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയം എടുത്താലും സംസ്ഥാന രാഷ്ട്രീയം എടുത്താലും കേരളത്തിലെ ഗവൺമെൻറ്, ഇവിടെ മുഖ്യധാരയിൽ നിന്ന് മത്സരിക്കുന്ന 2 മുന്നണികൾ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുമാണ്. അപ്പോൾ ആ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗവൺമെൻറ്റിൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ വിലയിരുത്തപ്പെടും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോകണമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. അപ്പോൾ നിലവിൽ ഈ ഗവൺമെൻറ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് അവർക്കുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അനിൽ ബോസ്, ഒരു കാര്യം കൂടിയുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെടുന്നത് എന്താണോ അതിൻ്റെ നേട്ടം ഞങ്ങൾക്ക് കിട്ടുമെന്ന് MV ഗോവിന്ദൻ ഇന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കാരണം മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. മറ്റൊന്നുമല്ല ഇവിടെ പ്രധാനമായും വരിക എന്നതാണ്. ആ കാര്യത്തിൽ ലെഫ്റ്റിൻ്റെ കോൺഫിഡൻസ് അതാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി വളരെ പൊളിറ്റിക്കലായ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇവിടെ സംഘ് പരിവാറിന് ഇപ്പോഴും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വേണ്ടത്ര വിജയം കൈവരിക്കാൻ കഴിയാത്തത്. കാരണം സംഘ് പരിവാർ അപ്പുറത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യണമെന്ന രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അവർ സില്ലി തിങ്സിൽ കുരുങ്ങാറില്ല. ഒരു ദേശീയ പ്രാധാന്യമുള്ള പൊതു തെരഞ്ഞെടുപ്പാണ് ഇത്. ഇവിടെ മതനിരപേക്ഷത, വർഗീയതയ്ക്കെതിരായി സംസാരിക്കുമ്പോൾ ആരാണ് ഏറ്റവും നന്നായി സംസാരിക്കുന്നത്, ആരാണ് ഉപാധികളില്ലാതെ മോദിയുമായി ഏറ്റുമുട്ടുന്നത്, മോദിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റുമായി സന്ധി ചെയ്യാത്തത് ആരാണ് പോലെയുള്ള സംഗതികളാണല്ലോ പൊതുവായി ചർച്ചയ്ക്ക് വരിക. അതല്ലാത്തതും വരുമെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടാവും. അവിടെ ഒരു എഡ്ജ് എടുക്കാൻ കഴിയുമെന്ന ലെഫ്റ്റിൻ്റെ കോൺഫിഡൻസിനെ നിങ്ങൾ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട്. 3 MP-മാർ പോലുമില്ലാത്തൊരു പാർട്ടിക്ക് എന്താണ് ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയുക? സ്വയം ആലോചിക്കട്ടെ അവർ. ഇതൊരു പഞ്ചായത്ത് ത്രിതല തലത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പല്ല നടക്കാൻ പോകുന്നത്. രാജ്യത്തെ 543 എണ്ണം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആണ് ഞാൻ പറഞ്ഞത്. യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുകയാണ് MV ഗോവിന്ദൻ. അദ്ദേഹത്തിന് പറയാം അദ്ദേഹത്തിൻ്റെ പാർട്ടി ജയിക്കുമെന്ന് പറയാം. സ്വതന്ത്രരായി മത്സരിക്കുന്ന ആളുകൾ പോലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു 3 MP-മാരുള്ളൊരു പാർട്ടി അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി മാറും ആ കാര്യം.
ഇവിടെ നമ്മൾ വളരെ കൃത്യമായ ദിശാബോധത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണണം. രാജ്യത്ത് ദേശീയതലത്തിൽ ഇന്ത്യയിലൊരു പ്രതിപക്ഷ മുന്നണി അതിശക്തമായി ഉയർന്നു വരികയാണ്. അതിൽ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞു. NCP ശിവസേന അടക്കമുള്ള കക്ഷികളുമായിട്ടുള്ള ധാരണ അതതിൻ്റെ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. മമതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതാണ്ട് 2 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുന്ന നല്ല ഒരു പോസിറ്റീവായ പ്രതിപക്ഷ രാഷ്ട്രീയം ഉയർന്നു വരുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലും ആ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഒരിടം കൊടുക്കാതെ സീതാറാം യെച്ചൂരിയെ കണ്ണുരുട്ടി കാണിച്ച് ഫാസിസ്റ്റ് രാഷ്ട്രീയ വിരുദ്ധ പോരാട്ടമെന്ന് ഇവിടെ പ്രസംഗിക്കുകയും ഇവിടെ നടക്കുന്ന അഴിമതികൾ മൂടിവെക്കാൻ കേന്ദ്ര സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് കേരളത്തിൽ ആർക്കാണ് അറിയാത്തത്? നിരക്ഷര കുക്ഷികളൊന്നുമല്ലല്ലോ കേരളത്തിലുള്ള വോട്ടർമാർ. അവർക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം നടക്കുന്ന അന്വേഷണങ്ങൾ മൂടിവെക്കാൻ അധികാരം വെച്ചവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും തേച്ചുമാച്ച് കളയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ കോടതിയുടെ ഇടപെടലുകളിലൂടെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാകുകയാണ്. നമ്മൾ എന്നും ചർച്ച ചെയ്യുന്നതല്ലേ ക്ഷേമ പെൻഷൻ, എന്നും ചർച്ച ചെയ്യുന്നതല്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, എന്നും ചർച്ച ചെയ്യുന്നതല്ലേ തൊഴിലില്ലായ്മ. ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ 10,000-കണക്കിന് കുട്ടികൾ ദിനം പ്രതി ഈ നാട് വിട്ട് പലായനം ചെയ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? ഇവർ കൊട്ടിഘോഷിക്കുന്നത് പോലെ ചരിത്രത്തിലാദ്യമായി ഇതാ ഇടതുപക്ഷം വീണ്ടും തുടർ ഭരണത്തിൽ വന്നു എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പലായനം ചെയ്യ കാലഘട്ടമാണ്. പഠനത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി. നിങ്ങൾ കാണണം, അത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച ചെയ്യപ്പെടുന്നതിനടുത്ത് വർഗീയത ഇളക്കിയോ മതന്യൂനപക്ഷ പ്രീണനം നടത്തിയോ അല്ലെങ്കിൽ പരസ്പരം കലഹിപ്പിച്ചോ CPM-ന് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താമെന്നാണ് വ്യാമോഹമെങ്കിൽ അതിനുമൊക്കെ അപ്പുറം ഒരുപാട് ദൂരം ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു എന്ന് ശ്രീ M.V. ഗോവിന്ദനും കൂട്ടരും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം ഈ നാട്ടിലെ പട്ടിണി ചർച്ച ചെയ്യാതെ വർഗീയത മാത്രം, വിശ്വാസം മാത്രം വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ വിഭാഗീയത സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, ഒരു ഭരണകൂടം, വംശീയ വെറിക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് ആളിക്കത്തിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ വളരെ കൃത്യമായ പോരാട്ടം രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റ് പ്രതിപക്ഷ കക്ഷികൾ. ഞാൻ ചോദിക്കട്ടെ, ഈ കേന്ദ്ര സർക്കാരിനെതിരെ അവരും തുടർ ഭരണമായിരുന്നല്ലോ. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഡൽഹിയിൽ പോയി പാർലമെൻറ്റ് സമ്മേളനം തീർന്നപ്പോഴല്ലാതെ BJPക്കെതിരെ ഒരു സമരം പേരിനെങ്കിലും നടത്താൻ ഇവിടെ CPM ഉണ്ടായിരുന്നോ? CPM ഏത് കാര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അവരുടെ നയങ്ങൾക്കെതിരെ നിലപാടെടുത്തത്? പറയട്ടെ. ശരി, ഒരു കാര്യം കൂടി ഞാൻ അപ്പുറത്തേക്ക് പോകുന്നതിന് മുൻപ് താങ്കൾക്ക് മതിയായ സമയം കിട്ടി ഞാൻ വിചാരിക്കുകയാണ്. ഇതിനകത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാകണം, കോൺഗ്രസ് ആണ് നയിക്കേണ്ടത്, കോൺഗ്രസിനാണ് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുക എന്ന പ്രചരണത്തിന്റെ കാലം കഴിഞ്ഞില്ലേ ശരിക്കും ശ്രീ അനിൽ ബോസ്? കാരണം കോൺഗ്രസ് തന്നെയും ഒറ്റയ്ക്കിനി കഴിയില്ല. പരമാവധി പ്രാദേശിക ശക്തികൾ, പരമാവധി മതനിരപേക്ഷ വേദിയിൽ സുശക്തമായി നിൽക്കുന്ന കക്ഷികൾ, അവരുടെ സംഘാടനം കൊണ്ടേ കാര്യമുള്ളൂ എന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ ജയിക്കണം എന്ന പ്രചരണത്തിന് എന്ത് കഥയുണ്ട്? അല്ല, കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയുടെ ചിഹ്നമായ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന പരമാവധി സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാതെ തോക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മനസ്സിലായില്ല? കഴിഞ്ഞ തവണ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവണം എന്ന് ഹൈദരലി തങ്ങളടക്കം പറഞ്ഞു ലീഗിന്റെ സീറ്റ് ആവശ്യം പിൻവലിക്കുമ്പോൾ. ഇത്തവണ അങ്ങനെ ഒരു ആവശ്യത്തിന്റെ പ്രശ്നമില്ലല്ലോ. എല്ലാവരും കൂടി ഒരു സഖ്യം ഉണ്ടാക്കുക എന്ന ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് തന്നെ ജയിക്കണം, ഇന്ത്യ സഖ്യമാണല്ലോ, അതിൽ കോൺഗ്രസ് തന്നെ വലിയ കക്ഷിയാവണം എന്നൊന്നും ഇവിടുത്തെ മതേതര മനസ്സുകാരൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നിർബന്ധ ബുദ്ധിയില്ലല്ലോ. നിഷാദ് കാര്യങ്ങൾ മനസ്സിലാക്കി അറിവില്ലാതാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. 450-ലധികം സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒരു മുന്നണി എന്നുള്ള നിലയിൽ അത് തീരുമാനിക്കാൻ അതിന് ആർജവത്തോടുകൂടി അത് ഉൾക്കൊണ്ട് വിശാലമായ വീക്ഷണത്തോടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവിടെ വന്നിട്ട് ഞങ്ങൾ വലിയേട്ടനാണ്, കൊച്ചേട്ടനാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയം, ഇന്ത്യ സഖ്യം,
ആ സഖ്യത്തിൻ്റെ വിജയം, അതിനാവശ്യമായ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അതിന് മുൻകൈ പ്രവർത്തനം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സംഭവിച്ചു. നിങ്ങൾ വലിയേട്ടൻ ആവശ്യം മുന്നോട്ട് വെച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അതായത് കഴിഞ്ഞ തവണ പോലും കോൺഗ്രസ് സിംഗിൾ ലാർജസ്റ്റ് ആവണം, എന്നാൽ മാത്രമാണ് പ്രതിപക്ഷ ചേരി ശക്തിപ്പെടുക, അപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുക പോലെയുള്ള സംഗതികൾ കേരളത്തിൽ ആളുകൾ ചർച്ച ചെയ്യുകയും പ്രത്യേകിച്ച് ഇവിടുത്തെ മതനിരപേക്ഷ മനസ്സുള്ളവർ ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ആ ചിന്തയിൽ പ്രവർത്തിച്ചു. അത് ഞാൻ പറഞ്ഞ ഹൈദരലി തങ്ങൾ ഞങ്ങൾക്ക് മൂന്നാമത്തെ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞത് 2019 വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് കോൺഗ്രസിന് വലിയ കക്ഷിയാവേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ് എന്നാണ്. ഇത്തവണ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടോ? ഇല്ല. കോൺഗ്രസ് അല്ല CPM തന്നെ ഇവിടെ വലിയ കക്ഷിയായാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഒരുമിച്ചാണ്. ആരാണ് ഈ ചേരിയിൽ സുശക്തമായി നിൽക്കുക? ആരാണ് മോദിയോട് രാഷ്ട്രീയം പറയുക? ആരാണ് മോദിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഈ ചെയ്യുന്നത് മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയുക എന്നത് ജനം നോക്കില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ ചോദ്യം അതാണ്. ആരാണ് പറയുന്നത്? നിഷാദ് പറ. ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് നിന്നും മോഡിയുടെ മുഖത്ത് നോക്കി അന്നും ഇന്നും എന്നും ഏത് സമയത്തും നിരത്തിലിറങ്ങി പൊതുനിരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഡിയുടെ മുഖത്ത് നോക്കി പറയാൻ നട്ടലുള്ളൊരു പ്രതിപക്ഷത്തെ നേതാവിൻ്റെ പേര് പറ. നിങ്ങൾ പറ. ഇടയ്ക്കെങ്കിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറ. ഞാൻ പറയണോ? നിഷാദ് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ ആണൊരുത്തൻ ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. അനുഭവ സാക്ഷി. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ രാമക്ഷേത്രമൊക്കെ വിട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകും. പ്രോജക്ടിന്റെ വലിയ സിംബലാണ്. നിങ്ങൾക്ക് രാമക്ഷേത്രം ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം അല്ലല്ല. രാമക്ഷേത്രം നിങ്ങൾക്ക് കേവലമായ ഒരു ഇവന്റ് ആയിരിക്കും. രാമക്ഷേത്രം ഈ രാജ്യത്തിന്റെ സ്ട്രക്ചർ മാറ്റാനുള്ള യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ഗ്യാൻവാപി അടുത്ത നാഴികക്കല്ലാണ്. നിങ്ങൾക്കത് കേവലമായ ഒറ്റപ്പെട്ട ഇവന്റ്സോ സംഭവങ്ങളോ മാത്രമായിരിക്കും. നിങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അതിനപ്പുറം ഈ രാജ്യത്തെ വേറൊരു ശാലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള പ്രോജക്റ്റിന്റെ വഴിയിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ് ഈ സംഭവങ്ങൾ. അതിനെ പൊളിറ്റിക്കലി ഡിസക്ട് ചെയ്യാൻ, വിശദീകരിക്കാൻ, അഭിപ്രായം പറയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് ജനങ്ങൾ നോക്കിക്കാണില്ലേ? ഞങ്ങൾ അഭിപ്രായം പറയേണ്ടടുത്ത് വളരെ കൃത്യവും വ്യക്തവുമായ അഭിപ്രായം ഏത് വിഷയത്തിലും പറയും, ഏത് വിഷയത്തിലും കൃത്യമായ നിലപാടെടുക്കും. പക്ഷേ ഏത് ചർച്ച നടന്നാലും പള്ളിയും അമ്പലവും ചർച്ച ചെയ്യാനാണെങ്കിൽ ആ പണിക്ക് ഞങ്ങളെ കിട്ടത്തില്ല. പള്ളിയും അമ്പലവും അല്ല ഈ രാജ്യത്തെ പ്രശ്നം, മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് ജനങ്ങളുടെ പട്ടിണിയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യത്തെ വികസന വിരുദ്ധതയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യത്തെ വംശീയവെറിയാണ് ഇവിടുത്തെ പ്രശ്നം, മനസ്സിലായില്ലേ? പള്ളിയുടെ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളിയുടെ പേരിൽ ആളുകളെ പറയുമ്പോൾ വർഗീയ വെറി. നിങ്ങൾ മണിപ്പൂർ സംഭവം ചർച്ച ചെയ്യും. മണിപ്പൂർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ പള്ളിയുടെ പേരിൽ ഇവിടെ ഒരു ഇന്ത്യയിലെ നീതിന്യായ സംവിധാനവുമായി ഇന്ത്യയിലെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു വിധി വന്ന് അതിന്റെ തുടർച്ചയിൽ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ രാഷ്ട്രീയം വേറെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളിവിടെ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ മുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വിളിച്ചിരുത്തിയിട്ട് അവിടെയും നിങ്ങൾക്ക് പള്ളി, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യാൻ വിളിച്ചിരുത്താൽ അവിടെയും പള്ളി അമ്പലവും. ആ പണിക്ക് എന്നെ കിട്ടത്തില്ല. നിങ്ങൾ പള്ളി അമ്പലം പോലുള്ള വിഭജനാശയ പദ്ധതികളോടൊക്കെ പ്രതികരിക്കാൻ തയ്യാറല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മണിപ്പൂരാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തൊഴിലില്ലായ്മയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വെറുപ്പാണെങ്കിൽ അത് സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ രാഹുൽ ഗാന്ധിയാണ്. അയാളുടെ കോൺഗ്രസ് ആണ്. അയാൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ വെറുപ്പിനെതിരെ മനുഷ്യരെ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് ജനങ്ങൾ നോക്കുന്നത് അതാണെങ്കിൽ, ആളുകൾക്ക് വെറുപ്പിൻ്റെ അങ്ങാടിയിലെ സ്നേഹത്തിൻ്റെ കടയാണ് വേണ്ടതെങ്കിൽ അതിന് മുന്നിൽ രാഹുൽ ഗാന്ധിയാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, രണ്ടക്കം തികയ്ക്കാത്ത MP-മാരുടെ കണക്കിൽ ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന്? അല്ല, CPM ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളായ കോൺഗ്രസിലെയും ജനസംഘത്തിലെയും ഒക്കെ വലതുപക്ഷ പിന്തിരിപ്പന്മാരുടെ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ്, ശാരീരികവും ആശയപരവുമായ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ തകർന്നു, അപജയപ്പെട്ടു എന്നൊക്കെ ഇവിടെ അനിൽ ബോസ് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണം. ഈ ചർച്ചയ്ക്ക് അനിൽ ബോസ് പറയുന്നത് ഞാൻ 450 സീറ്റുകൾ മത്സരിക്കാവുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. ജനാധിപത്യത്തിൽ അനിൽ ബോസെ
അത്തരത്തിലുള്ള അഹന്തയൊക്കെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ഒരു മനോഭാവമല്ല. താങ്കൾ ഈ ചർച്ചയിൽ കാണിച്ചിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത് മോഡിയുടെ യുക്തിയാണ്. താങ്കൾ സംസാരിക്കരുത്, താങ്കൾ സംസാരിക്കരുത്. താങ്കൾ ഇവിടെ വാചകം അടിക്കുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. കേൾക്കണം മിസ്റ്റർ. മോഡിയുടെ യുക്തിയാണ് താങ്കൾ പറഞ്ഞത്. മോഡി ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്പലവും പള്ളിയും എന്നല്ല പ്രശ്നം, മനുഷ്യരുടെ വിശപ്പാണ് പ്രശ്നം, തൊഴിലാണ് പ്രശ്നം, വികസനമാണ് പ്രശ്നം. അതൊക്കെ പരിഹരിക്കാനാണ് എന്റെ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുകയാണ് എന്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ ദേശീയ ബോധമുണർത്താനും വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനും മോഡി സ്വീകരിച്ചിരിക്കുന്ന അതേ സമീപനം, അതേ ഭാഷാപരമായ ശൈലിപരമായ യുക്തി, അതാണ് അനിൽ ബോസിന്റെ വാക്കുകളിലൂടെ ഇവിടെ കണ്ടത്. മിസ്റ്റർ അനിൽ ബോസേ, ഈ രാജ്യത്ത് പള്ളിയോ അമ്പലമോ ഒന്നും വിവാദമാക്കിയത് ആരല്ല, നമ്മൾ ആരുമല്ല, RSSകാരാ. ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പള്ളി, ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ക്ഷേത്രങ്ങൾ, അതൊക്കെ പള്ളികളാക്കിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ മിസ്റ്റർ അനിൽ ബോസ് ഇതിന്? താങ്കൾ എന്തർത്ഥത്തിലാണ് RSSന്റെ അജണ്ടയെ ശരിവെക്കുന്ന രീതിയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കേരളം പോലെ പ്രബുദ്ധമായ ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വടകര സ്വദേശിയാണ്. വടകരയിലെ ലോകരാവിലെ അനിൽ ബോസുവ, ആ ലോകരാർകാവ് എന്തായിരുന്നു? ബുദ്ധക്ഷേത്രമായിരുന്നു. അതിപ്പോൾ ഹിന്ദു ക്ഷേത്ര. ഇനിയിപ്പോൾ കുറേ ബൗദ്ധർ വന്നിട്ട് അത് പണ്ട് ബൗദ്ധ കാവായിരുന്നു. അത് കാവാണ്. കേരളത്തിലെ കാവുകളെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെല്ലാം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമുള്ള ആളുകളാണ്. കാവുകളെല്ലാം എന്താണ്? പഴയ ബുദ്ധവിഹാരങ്ങളായിരുന്നു. നമ്മൾ ആരെങ്കിലും പറയുമോ അവിടെ ബുദ്ധവിഹാരമാണത് ബുദ്ധമതക്കാർക്ക് വിട്ടുകൊടുക്കുന്നത്? ഇല്ല. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതുകൊണ്ടാണ് താങ്കളുടെ പാർട്ടി അന്ന് ഈ രാജ്യത്ത് ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഉണ്ടാക്കിയത്. അതിലെ പ്രൊവിഷനുകൾ എന്നേക്കാൾ നിയമം അറിയുന്ന ആയിരിക്കും. താങ്കൾ നിയമം പഠിച്ച ആളാണ്, ഞാൻ നിയമം പഠിച്ച ആളല്ല. അതിലെ പ്രൊവിഷനുകൾ അനിൽ ബോസിന് അറിയോ? ഈ രാജ്യത്ത് 1947 മുമ്പുണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിൽ അയോധ്യ മാത്രമാണ് മാറ്റിവെച്ചത്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിൽ ബോസ്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക പള്ളിയെക്കുറിച്ച് സംസാരിക്കരുത്. നിങ്ങൾ ആര് പട്ടിണിയെക്കുറിച്ച് പറയാൻ ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്? കോൺഗ്രസിന്റെ പോയിന്റ് ഇതിനെ മുഴുവൻ ഡിവിസീവായിട്ടുള്ള സംഗതികളിൽ ലോക്ക് ചെയ്തിടണമെന്ന് BJPക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളത് സംസാരിക്കുന്നില്ല എന്ന്. ഞങ്ങൾ സംസാരിക്കുന്നത് തൊഴിലിനെ കുറിച്ചാണ്, പട്ടിണിയെക്കുറിച്ചാണ്, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ BJPയുടെ അജണ്ടയിൽ കുരുങ്ങാനില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ടോ? അതിനകത്ത് ഒരു സ്ട്രാറ്റജിയും ഇല്ല. മൃദു ഹിന്ദുത്വമാണത്. കോൺഗ്രസ് BJPയുടെ അജണ്ട പങ്കുവെക്കുകയാണ്. ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടായി വോട്ട് പിടിക്കാൻ ജയിക്കാമെന്ന് കരുതിയ മണ്ടനായ നിങ്ങളുടെ ദേശീയ നേതാവായിരുന്നില്ലേ കമൽനാഥ്? ആ കമൽനാഥിന് അനിൽ ബോസിന് അയാൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? BJPയിൽ ചെന്നിട്ട് BJPക്കാരെന്താ കൂട്ടാത്തത്? അവർക്ക് പഞ്ചാബ് പോലുള്ള സിഖ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കമൽനാഥിൻ്റെ ഒരു സാന്നിധ്യം BJPക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, കുരുക്കാവുമോ? കാരണം ഇയാൾ പഴയ സിഖ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ആളാണ്. ആ രീതിയിൽ ഒരാരോപണം അയാൾക്കെതിരായിട്ട് സിഖ് സമുദായത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വൈകാരികമായാൽ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതിഫലനം അത് ഉണ്ടാക്കുക എന്ന ആശങ്ക കൊണ്ടാണ് കമൽനാഥിനെയും മകനെയും BJPക്കാർ ചേർക്കാതിരുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരെന്ന് പറയുന്നത് ഇന്നോ നാളെയോ ഒന്നില്ല, ഓടി BJPയിലേക്ക് ചെല്ലുന്നവരാണ്. ഇപ്പോൾ ഗീത ഗോണ്ട, മധുഗോണ്ടയുടെ ഭാര്യയല്ലേ? ഈ അനിൽ ബോസിനെ പോലുള്ള ആളുകൾ CPMനെതിരായിട്ടൊക്കെ വെറുതെ വാചകമടിക്കുമ്പോൾ 400 കോടി കൽക്കരി കുംഭകോണ കേസ് ഉയർത്തി CBIയും EDയും വിട്ട് മധുഗോഡയെ പീഡിപ്പിച്ചുകൊണ്ടാണ് അയാളുടെ ജാർഖണ്ഡിലെ കോൺഗ്രസിൻ്റെ MP അയാളുടെ ഭാര്യയെ ഇപ്പോൾ BJPയിൽ ചേർത്തിരിക്കുന്നത്. ഈ ദേശീയ സാഹചര്യത്തെ കാണാതെ കേരളത്തിൻ്റെ വട്ടത്തിൽ ഈ 20 സീറ്റുകളിൽ അത് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഇടതുപക്ഷത്തെ ആക്ഷേപിച്ച് നിങ്ങൾ BJPക്കാരുമായി രഹസ്യബാന്ധവും ഉണ്ടാക്കി ഇവിടെ ഇടതുപക്ഷത്തെ പാർലമെൻറ്റ് ഒഴിവാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് കുറേ കാലമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്താണ് വായെടുത്താൽ CPM വിരുദ്ധത പറഞ്ഞ് എന്നാൽ BJPയെ ഒരു നിർണായക ഘട്ടത്തിലും വിമർശിക്കാത്തവരാണ്. അനിൽ ബോസ് ഇവിടെ ഞങ്ങളാണ് BJPക്കെതിരായിട്ട് മോഡിയുടെ നയങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത്. നിങ്ങൾ സമരം ചെയ്യുകയല്ലേ ചെയ്തത്? ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഘടനയെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ നൽകുന്ന തുല്യതയെ സംബന്ധിച്ച വ്യവസ്ഥകളെ തകർക്കുന്ന രീതിയിൽ മുത്തലാഖ് നിയമം ഉണ്ടാക്കിയപ്പോൾ മിസ്റ്റർ അനിൽ ബോസ് സത്യസന്ധമായി പറ, ഈ ചർച്ചയിൽ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് രാജ്യസഭയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ രാജ്യസഭയിൽ മുത്തലാഖ് നിരോധന നിയമം പാസ്സാകുമായിരുന്നോ? അന്ന് BJPക്ക് മോഡിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ?
കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളയുന്ന സമയത്ത് പോലും പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിച്ച് അതിനെ രാജ്യസഭയിൽ പ്രതിരോധിക്കാൻ നിങ്ങളുടെ പാർട്ടി മുൻകൈയെടുത്തിരുന്നുവെങ്കിൽ മോഡിക്ക് എളുപ്പമാകുമായിരുന്നു ഇത്. നിങ്ങളുടെ രാജ്യസഭയിലെ അന്നത്തെ നേതാവ് പാർലമെന്ററി ലീഡർ എന്താ പറഞ്ഞത്? ഈ 370-ാം വകുപ്പ് എടുത്തു കളയുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പിന്നെ ഞങ്ങളെ വിയോജിപ്പ് എന്താണ്? അത് കൊണ്ടുവന്ന രീതിയോടാണ്. രീതി വളരെ ഗുരുതരമായ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധം, അത് വേറെ പ്രശ്നം. രീതിയുടെ കാര്യം പറഞ്ഞ് 370-ാം വകുപ്പ് എടുത്തു കളയുന്ന ഫാസിസ്റ്റ് നടപടിയെ, ഫെഡറൽ വിരുദ്ധ നടപടിയെ നിങ്ങൾ എന്താണ് ശരിവെക്കുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ RSSന്റെ BJPയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ആവശ്യമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലെത്തി. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നിങ്ങൾക്കും BJPക്കും ഒരേ നിലപാടായതുകൊണ്ട് നിങ്ങളുടെ എത്ര നേതാക്കളാണ് ഇന്ന് മോഡിയെ പിന്തുണക്കുന്ന 60-65% വരുന്ന MP-മാരെന്ന് പറയുന്നത് സമീപകാലങ്ങളിൽ കോൺഗ്രസ് നിന്ന് BJPയിൽ പോയ ആൾക്കാരാ. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അനിൽ ബോസ് ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ത് വർഗീയത പറയരുത്. അത് മതനിരപേക്ഷ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നത് ആര് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുകയും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് ലെഫ്റ്റിൻ്റെ കോൺഫിഡൻസ്. BJP പ്രതിനിധി ശ്രീ കൃഷ്ണദാസിനോടൊപ്പം തുടരുന്നു. ശ്രീ കൃഷ്ണദാസ്, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJP എല്ലായിടത്തും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാമക്ഷേത്രം, രാജ്യത്തിൻ്റെ നേട്ടം, അത് സാധ്യമാക്കിയ നരേന്ദ്രമോദി, നിരന്തരമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി, ദ്വാരയെ കടലിനടിയിൽ പോയി മുങ്ങി പ്രാർത്ഥിക്കുന്ന നരേന്ദ്രമോദി, കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടാണ് ഹിമാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മോദി. അപ്പം മോദി ഹിന്ദു വിശ്വാസവുമായ സംഗതികളെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹം വേറെ പല കാര്യങ്ങളും മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, അത് വേറെ ഡിസക്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എല്ലാത്തിനും മേലെ വിശ്വാസത്തിൻ്റെ, ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതികൾ നിരന്തരം പ്ലേസ് ചെയ്യാൻ, ഒരു ഫ്ലേവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് എടുക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ കേരളത്തിൽ ഓടുമോ അത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട എന്തായിരുന്നു? പ്രധാനമായും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിശ്വാസവിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ള പ്രചരണമല്ലേ കേരളം മുഴുവൻ നടന്നത്? ആ വിശ്വാസവിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഉപോത്ബലകമായിരുന്നു കോൺഗ്രസിൻ്റെ വിജയവും LDFൻ്റെ പരാജയവും. BJPക്ക് ശക്തമായിട്ടുള്ള വോട്ടുകൾ ഉറപ്പിക്കാനും സാന്നിധ്യം ഉറപ്പിക്കാനും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ വിശ്വാസവിരുദ്ധത എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളെ അടച്ചാക്ഷേപിക്കുകയും ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസത്തെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിരുന്നത്. അത് കേരളം കണ്ടതല്ലേ? അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് അങ്ങ് എന്നോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് മുഴുവൻ തന്നെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നടപടികളും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇടതുപക്ഷത്തിന് ഒരു 50കളിലും 60കളിലുമുള്ള കാലഘട്ടത്തിൽ രാജ്യത്തൊരു പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് 2-3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എവിടെയാണ്? ഒന്നാം UPA സർക്കാർ ഉണ്ടാകുമ്പോൾ ഞങ്ങളാണ് വലിയേട്ടന്മാർ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ട് BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം ആ സമയത്ത് വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2004 കാലഘട്ടങ്ങളിൽ. പിന്നീട് UPAയിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടായോ? അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് രാജ്യത്ത് എന്തെങ്കിലും റോളുണ്ടോ? 25 വർഷവും അതിലേറെ കാലവും ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഇടതുപക്ഷത്തെ വിട്ടുപോയില്ലേ? അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് സംസ്ഥാനത്ത് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് അത് BJP അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളും BJPക്ക് അനുകൂലമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടയെ അംഗീകരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും മാത്രമാണ്. അല്ല, കേരളത്തിന്റെ പൊതുസ്വഭാവം BJP വിരുദ്ധമായ രാഷ്ട്രീയ ആശയം പങ്കുവെക്കുന്ന ആളുകളെ അല്ലേ നിയന്ത്രിക്കുന്നത്? നോക്കൂ, വിശ്വാസത്തെ എതിർക്കുന്ന സർക്കാർ എന്ന സംഗതി നിങ്ങൾ കഴിഞ്ഞ തവണ പരമാവധിയിൽ പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾക്കൊരു സീറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിനുശേഷം നടന്ന 2ാം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പോക്കിക്കൊണ്ടല്ലേ ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പം നിങ്ങളുടെ സാധ്യത എന്നതിന് മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു, വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ഹോപ്പ് എവിടെയാണ്? നിങ്ങളിപ്പോൾ വീണ്ടും പറയുകയാണ്, ഇപ്പം നിങ്ങൾ പറയുകയാണ് LDF അല്ലെങ്കിൽ ഇടതുപക്ഷം എപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ ആക്രമിക്കുകയാണെന്ന്. നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ വേറൊരു വിഭാഗത്തെ ആക്രമിക്കാനാണ് ഞങ്ങൾ വീണ്ടും ജയിക്കേണ്ടത് എന്നല്ലേ ഭംഗ്യന്തരാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിന് സ്പേസ് ഉള്ള നാടല്ല കേരളം. അപ്പം പിന്നെ നിങ്ങളുടെ ഹോപ്പ് എന്താണെന്ന് ചോദിക്കുകയാണ്. നിഷാദെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ
കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം കാണുന്നൊരു പ്രത്യേകത, BJPക്ക് സീറ്റ് ലഭിക്കരുത് എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒന്നായി നിന്നുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം നിരന്തരമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടി ശ്രമിച്ചാലും അത് വിലപ്പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആ രാഷ്ട്രീയ നയത്തിൽ കോൺഗ്രസ്സിന് വശംവദരായി പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിന് പോലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും BJP ജയിക്കരുത് എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ മർക്കടമുഷ്ടിയും. ആ മർക്കടമുഷ്ടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാകുന്ന സമയത്തെല്ലാം കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പല മണ്ഡലങ്ങളും അവർ സ്വീകരിക്കുന്നത്. BJPയെ ജയിപ്പിക്കരുത് എന്ന് മാത്രമാണ് അവരുടെ രാഷ്ട്രീയ അജണ്ട. അല്ലാതെ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കുക, ജനാധിപത്യ മര്യാദകളെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതല്ലല്ലോ ഇടതുപക്ഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നയം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ BJPക്ക് എത്രയോ സീറ്റുകൾ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ഈ BJP പരാജയപ്പെടുന്ന സ്ഥലങ്ങളിൽ, BJP രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സീറ്റുകളിൽ അവർ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണമെന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളും നടത്തുന്ന രാഷ്ട്രീയ അന്തർധാരയുണ്ടല്ലോ, BJP ജയിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നയം, ആ രാഷ്ട്രീയ നയത്തെ കൂടി മറികടന്ന് വേണം BJPക്ക് മുന്നോട്ട് പോകാൻ. കേരളത്തിൻ്റെ അന്തരീക്ഷം ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായതുകൊണ്ടല്ല നിഷാദ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിഷാദ് ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന അഭിപ്രായം പോലെ കേരളത്തിൽ അങ്ങനെ BJP വിരുദ്ധമായിട്ടുള്ള നിലപാട് സാമാന്യ ജനത്തിനില്ല. BJP വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ഹാർഡ് കോർ ആയിട്ടുള്ള കോൺഗ്രസ്സുകാരും ഹാർഡ് കോർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരും BJPക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിലെത്തുന്നു എന്നതാണ്. അത് പറഞ്ഞും പറയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും അവർ നിലപാടുകൾ വോട്ടിൻ്റെ തലേ ദിവസമോ വോട്ടെടുപ്പിൻ്റെ 2 ദിവസം മുൻപോ ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാജയം മാത്രമാണ് BJPക്ക് പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഈ രാമക്ഷേത്ര പൊളിറ്റിക്സ്, ഗ്യാൻവാപി പൊളിറ്റിക്സ്, ബുൾഡോസർ രാജ് പോലെയുള്ള സംഗതിക്കൊക്കെ ആളുള്ള നാട് തന്നെയാണ് കേരളം. പക്ഷെ ഇവർ ഞങ്ങളെ പാര വെച്ച് തോപ്പിക്കുന്നതാണ്. നിഷാദെ, ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു വിവക്ഷയില്ല. ഞാൻ പറഞ്ഞത് കേരളം ആ സംസ്ഥാനങ്ങൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഗ്യാൻവാപി ഉണ്ടായതുകൊണ്ടാണോ 2019 BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? 2014 BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? രാമക്ഷേത്രം ഉണ്ടായതുകൊണ്ടാണോ 2014 BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? 2019 BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പം അതൊക്കെ നിഷാദ് പറയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷെ മറിച്ച് BJP ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് 2014 കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായി ഞങ്ങൾ വന്ന പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ജനകീയ പ്രതിരോധവും പ്രക്ഷോഭവുമാണ്. 2019 ആയപ്പോൾ BJP സുശക്തമായിട്ടുള്ള ഭരണം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അഴിമതി രഹിതമായിട്ടുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും വികസനത്തിന്റെ അജണ്ട എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് 2019 വീണ്ടും BJPക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. 2024 എത്തുമ്പോൾ നിങ്ങൾ കാണുന്നതിനേക്കാൾ അപ്പുറത്താണ് അതിൻ്റെ രാഷ്ട്രീയം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാമക്ഷേത്രവും മറ്റുള്ളതുമെല്ലാം ചർച്ചയാകുന്ന ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസനവും അതോടൊപ്പം തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്നും അദ്ദേഹം വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം വന്ന സമയത്ത് പ്രധാനമന്ത്രി നേരത്തെയും അതിനുശേഷവും അതിനു മുൻപും എല്ലാം വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഈ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കൊല്ലത്തെ UDFൻ്റെ MP ശ്രീ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞതെന്താണ്? അദ്ദേഹം സൂചിപ്പിച്ചത് ഈ രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ള ഭരണം ഉണ്ടാകണമെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് മാത്രമേ കഴിയൂ. BJPയെ സംബന്ധിച്ച് BJPക്ക് സാധ്യതയുണ്ട് നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്സിന്. അത് എന്തായാലും അതിന് കേരളത്തിൽ ആളുണ്ട്. അത് ഇത്തവണ ഞങ്ങൾ സാർത്ഥകമാക്കുമെന്ന കോൺഫിഡൻസ് BJP പങ്കുവയ്ക്കാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നോക്കൂ, ഇവിടെ ഞങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതേയില്ല. ഞങ്ങൾ പള്ളിയും അമ്പലത്തെയും കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടെന്നാണ് KT കുഞ്ഞിക്കണ്ണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ ആളുകൾക്ക് ഗുഡ് ഗവേണൻസ് കിട്ടണം, നല്ല ഭരണമാണ് വേണ്ടത്, ഇപ്പോൾ ഉള്ളത് മോശമാണ് എന്ന് പറഞ്ഞ് വോട്ട് തേടാൻ നോക്കുന്നെങ്കിൽ കൊല്ലത്തെ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സിറ്റിംഗ് MP പറയുന്നു നരേന്ദ്രമോദി ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചാൽ ആ പ്രോജക്റ്റ് നടക്കും, നരേന്ദ്രമോദി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നരേന്ദ്രമോദിയുടെ ഭരണ നിർവഹണ മികവിന്
തുല്യം ചാർത്തി കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു MP ആണ്. അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പുള്ള പല ആക്ടിവിറ്റീസും എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു തുടർച്ചയെന്ന് ഇതിനെ വിളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്? അതൊന്ന് പറയാമോ? നിഷാദേ, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നത് എന്താണ് എന്ന് ആദ്യം കേൾക്കുക. CPM പ്രതിനിധിയാണെങ്കിലും BJP പ്രതിനിധിയാണെങ്കിലും കോൺഗ്രസ് പ്രതിനിധിയായി ഞാൻ പങ്കെടുത്താലും മറ്റൊരാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുക. പറയാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കരുത്. 450 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. എന്തൊരു തോന്നിയാസമാണ് CPM പ്രതിനിധി പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യം 450 സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഞങ്ങളുടെ പരിശ്രമമാണ് നടക്കുന്നത്. അത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയുള്ള കൃത്യമായ നിലപാടാണ്. ആ നിലപാടിൽ പോലും കേരളത്തിലെ CPM വെള്ളം ചേർത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം എൻ്റെ അഭിപ്രായത്തെ. അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ചയിലിരുന്നുകൊണ്ട് ആ ചർച്ചയുടെ ഗൗരവം കളയരുത്. 1. 2, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വാസം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നാം നടത്തുന്നത്. ആ നടത്തുന്ന കാര്യം നടത്തുമ്പോൾ ഏത് വിഷയത്തെയും ഡൈവേർട്ട് ചെയ്ത് മതഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ചർച്ച കൊണ്ടുപോകാൻ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ മീഡിയ വണ്ണും ഈ ചർച്ചയും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കരുത്. നമുക്ക് ഓരോ വിഷയവും ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ. ഞാൻ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അയോധ്യ ചർച്ച ചെയ്യാൻ ഇരുന്നിട്ടില്ലേ? ഏത് വിഷയമാണ് ചർച്ച ചെയ്യാതെ നമ്മൾ ഒളിച്ചോടി പോയിട്ടുള്ളത്? നമ്മൾ മണിപ്പൂർ ചർച്ച ചെയ്യാൻ വന്നിരുന്നിട്ടില്ലേ? ലഖിംപൂർ ചർച്ച ചെയ്യാൻ വന്നിരുന്നിട്ടില്ലേ? കർഷക സമരം ചർച്ച ചെയ്യാൻ വന്നിരുന്നിട്ടില്ലേ? പൗരത്വ നിയമം ചർച്ച ചെയ്യാൻ വന്നിരുന്നിട്ടില്ലേ? എവിടെയാണ് നമ്മൾ ഒളിച്ചോടിയിട്ടുള്ളത്? കോൺഗ്രസ് നിലപാട് പറയാൻ ഒരു സ്ഥലത്തും പേടിച്ചോടേണ്ട കാര്യമില്ല. അത് വളരെ കൃത്യമായിട്ട് പറയും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ CPMൻ്റെ മുന്നണി എന്ന് പറയുന്ന LDF മുന്നണി, ആ LDF മുന്നണിയിലെ അപ്രഖ്യാപിത ഘടകകക്ഷിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയ പാർട്ടിയാണ് BJP. അറിഞ്ഞിരുന്നോ? അല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളിപ്പോ പള്ളിയും അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പള്ളിയും അമ്പലവുമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയല്ലോ അനിൽ ബോസ് ചെയ്യുന്നത്. നിങ്ങൾ അതിലെല്ലാം പോയി കൂടിക്കൊടുക്കുകയല്ലേ. നിങ്ങൾക്കറിയാത്തതാണോ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്ര പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഇവയെല്ലാമെന്ന്? അപ്പം നിങ്ങൾ അവിടെ പോയി രാമക്ഷേത്രത്തിന് കൂടിക്കൊടുക്കുന്നു. ഗ്യാൻ വാപ്പി ഇനി ഒരു പള്ളി ഈ നാട്ടിൽ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊന്തുന്നില്ല. കാരണം എന്താണ്? അത് ഈ രാജ്യത്തിൻ്റെ ഗതി മാറ്റി നിർണ്ണയിക്കുന്ന ഇവൻറ്റുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അത് പറയാൻ ഈ മതനിരപേക്ഷ രാജ്യത്തോട് അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഈ ബുൾഡോസർ രാജ് തികഞ്ഞ അനീതിയാണ്. ഇതൊരു വിഭാഗത്തിനെതിരെ മാത്രം നടത്തുന്ന അനീതിയാണ്. പറയേണ്ട കാര്യമല്ലേ അത്? ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു ഇന്ത്യയിൽ നടക്കുന്ന ബുൾഡോസർ രാജ് തികഞ്ഞ അനീതിയാണ്, അത് അങ്ങേയറ്റം വിഭാഗീയ സ്വഭാവമുള്ളതാണെന്ന്. നിങ്ങൾ തൊടുന്നില്ലല്ലോ. നിങ്ങൾ മണിപ്പൂരിൽ പോയി, ശരിയാണ്, നിങ്ങൾ ഡൽഹിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പ്രത്യേക മതം നോക്കി പൊളിച്ചു കളഞ്ഞ ഡസൻ കണക്കിന് വീടുകളിലെ മനുഷ്യന്മാരുടെ വിലാപം കേൾക്കാൻ പോകുന്നുണ്ടോ? അത് പോവേണ്ട ഉത്തരവാദിത്വമല്ലേ? അതിലൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. മറ്റതിലെല്ലാം പോയി കൂടിക്കൊടുക്കുക. ഞങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. കമൽനാഥ് പറയാണ് രാമക്ഷേത്രം പ്രോജക്റ്റിലേക്ക് ആദ്യത്തെ വഴിവെട്ടിയത് ഞങ്ങളല്ലേ, ഞങ്ങളുടെ രാജീവ് ഗാന്ധിയല്ലേ. നിങ്ങൾ കൂടുന്നുണ്ടല്ലോ. നിങ്ങളതിൻ്റെ നേട്ടം കിട്ടുമോ എന്ന് നോക്കുകയാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞങ്ങളത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന തന്ത്രവും പയറ്റുന്നു. അതെവിടുത്തെ നീതിയാണ് ശ്രീ അനിൽ ബോസ്? നിഷാദാണോ ഈ രാജ്യത്ത് ഇതെല്ലാം തീരുമാനിക്കുന്നത്? നിഷാദിൻ്റെ അഭിപ്രായങ്ങളാണോ രാജ്യം ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണോ നിഷാദ് ധരിച്ച? ഞങ്ങളല്ല, വിട്ടേക്ക്. ഞങ്ങളല്ലാതെ ആരാണ് BJPക്കെതിരെ എതിർക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിൽ പരസ്യമായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ആരാ? കൊടുക്കൽ വാങ്ങലില്ലാത്ത രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ആരാ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു പക്ഷേ ആളുകൾ പാർട്ടി വിട്ടുപോയിട്ടുണ്ടാവും. അത് EMS നമ്പൂതിരിപ്പാടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അങ്ങനെ ഒരുപാട് പേര് പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിൽ പല പാർട്ടികളിലേക്ക് പോയിട്ടുണ്ടാവും, പല പ്രാദേശിക പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം ആര് പാർട്ടി വിട്ടുപോയാലും ആരൊക്കെ ഈ പാർട്ടിയെ ഒറ്റുകൊടുത്തു പോയാലും ഈ പാർട്ടിയെ നയിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ നിലപാടല്ലാതെ BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുന്ന, കോംപ്രമൈസ് ചെയ്യാത്ത, അവരോട് കൊടുക്കൽ വാങ്ങൽ ഇടപാട് നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടി മനുഷ്യന്മാരല്ലേ അക്ബർ റോഡിലെ ആസ്ഥാന മന്ദിരമല്ലല്ലോ, അല്ലല്ലോ പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കുന്ന മനുഷ്യന്മാരും അവരുടെ പൊസിഷനുമാണ്. അതാണ് പാർട്ടി. അല്ലാതെ CPM എന്ന് പറഞ്ഞാൽ AKG സെന്ററാണോ? അല്ല. അത് നിങ്ങളുടെ അക്ബർ റോഡിലെ കെട്ടിടമല്ല പാർട്ടി. ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നതിന് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദൃഢതാ പ്രശ്നം ഉണ്ടോ എന്നത് അടക്കമാണ് ഈ ചോദ്യം. നമുക്ക് ഈസിയായിട്ട് BJPയിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നിലനിൽക്കുന്ന ആശയത്തിന്റെ ഭദ്രത. ഞാൻ ചോദിക്കുന്ന ഒരു മിനിറ്റ് നിഷാദേ
CPM നിന്ന് ആളുകൾ എത്രയോ പേര് പോയി? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഘടകങ്ങളായി പിരിഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 64 പാർട്ടികളുണ്ട്. താങ്കൾക്കറിയാമോ? എങ്ങനെ ഉണ്ടായതാ? ഇവരെല്ലാം ഉദ്ധരിക്കുന്ന വിപ്ലവവും പ്രത്യയശാസ്ത്രവും മഹത്തരമാണെങ്കിൽ എന്തിന് ഈ 64 കഷ്ണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം? ഇവരുടെ പ്രത്യയശാസ്ത്രം ശക്തമാണെങ്കിൽ, ഇവർ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ എങ്ങനെ ഇവരുടെ പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നു? നിങ്ങളിനി മുസ്ലിം കോൺസെൻട്രേഷൻ രാഷ്ട്രീയമാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ എന്റെ മുന്നണിയുമായി അല്ല, അവർ മാത്രമല്ലെന്ന് എതിരെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ എതിരല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിഷാദ് എന്ത് നരേറ്റീവ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്? എന്ത് നരേറ്റീവ് സൃഷ്ടിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിടുപണിയാണോ പോയി ചെയ്തോണം. ആ വിടുപണി അങ്ങ് ചെയ്താൽ മതി. അതിന് കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വണ്ടി ഓടിക്കാൻ വരണ്ട. മനസ്സിലായില്ലേ? കോൺഗ്രസ് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമുണ്ട്, ഈ ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ഞാൻ ചോദിക്കണേ, മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഹംസ അവിടെ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ CPM ചുറ്റിക്കാരുവാൾ നക്ഷത്രത്തിൽ മത്സരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ ഹംസയല്ലേ? നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങളുടെ നിലപാടൊന്ന് കേൾക്കട്ടെ ഞാൻ. ഈ രാജ്യത്തുള്ളവനെല്ലാം പല പാർട്ടികളിൽ പോകുന്നു. അതിന്റെ കുത്തകപ്പാട്ടം കോൺഗ്രസിനാണ് ഉത്തരവാദിത്തം. കോൺഗ്രസിൽ നിന്ന് പോകുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നുണ്ട്, ലീഗിൽ നിന്ന് പോകുന്നുണ്ട്, മറ്റ് പാർട്ടികളിൽ നിന്ന് ഒരുപാട് പേര് പല പാർട്ടികളിലും പോകുന്നുണ്ടെന്നേ. അതൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അതൊന്നും നമുക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിഷാദിന്റെ സൗകര്യത്തിനുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എൻ്റെ സൗകര്യത്തിനല്ല. നമ്മളെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് നിലപാടെടുക്കണം എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സൃഷ്ടിക്കാനും ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം നിലനിർത്താനും ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയുന്ന വിചാരങ്ങളുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ട് കയറി ദുർബലപ്പെടുത്താനാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും. നിങ്ങൾ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം സെറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും. അതല്ല ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. ഈ രാജ്യം ആഗ്രഹിക്കുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് തെരുവിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പോരാടുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പോരാടുന്നത്. ആ പ്രതിപക്ഷ പോരാട്ടത്തെ പോലും ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ CPM ചെയ്യുന്നത്. സീതാറാം യെച്ചൂരി അല്ല, കേരളത്തിലെ CPM ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ഒറ്റുകൊടുക്കുന്ന പാർട്ടിയാണ്, ഒറ്റുകൊടുക്കുന്ന സമീപനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരിക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടി എന്തിനാ ബാലഗോകുലം പരിപാടി നടത്താൻ പോയത്? എന്തിനാ ബാലഗോകുലം പരിപാടി നടത്താൻ പോയത്? ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടാണോ? ആണോ? പറയട്ടെ, അദ്ദേഹം CPM ബാലഗോകുലം പരിപാടി നടത്താൻ പോയില്ല എന്ന്. അമ്പലങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആ പരിപാടി CPM എന്തിനിപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗമാകാൻ പോകുന്നു? അത് BJP മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇവർ വിശ്വാസമില്ലാത്ത ആളുകൾ വിശ്വാസികളായി ചമഞ്ഞ് അവിടെ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ പോവുക. അതെന്ത് പ്രത്യയശാസ്ത്രമാണ്? അമ്പലങ്ങളിലെ ഭരണസമിതികളിൽ പാടില്ല എന്ന് പറഞ്ഞിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ എല്ലാ ഭരണസമിതിയിലും തുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? ചുമ്മാ വന്നിരുന്ന് ചർച്ച വന്നിരുന്നു. വിപ്ലവം, ഇടതുപക്ഷം, നവലിബറൽ, കുറെ 4-5 വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതും വെച്ചിട്ട് ചർച്ച വന്നിരിക്കരുത്. നമ്മൾ പലതരത്തിലുള്ള തന്ത്രങ്ങളെ അവലംബിക്കേണ്ടി വരും. അതിലിപ്പോൾ രാഹുൽ ഗാന്ധി ചില ഉടയാടകൾ എടുത്ത് അണിഞ്ഞൊന്നും വരും. പക്ഷെ ഫൈനലി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടേതാണ്, സമാധാനത്തിൻ്റെതാണ്, സഹവർത്തിത്വത്തിൻ്റെതാണ്. പൊളിറ്റിക്സിൽ പലതരത്തിലുള്ള വഴികളിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ട് താങ്കൾ വേഗം ആഡ് ചെയ്തോളൂ. ഒരു വരി കൂടി. ഇന്ന് വന്ന് നരേന്ദ്രമോദി മുൻപൊരു തെരഞ്ഞെടുപ്പിലും പറയാത്ത രീതിയിൽ 2 സീറ്റ് ഞങ്ങൾ ജയിച്ചിരിക്കും എന്ന് പറയുന്ന കോൺഫിഡൻസ് എന്താ കോൺഫിഡൻസ്? നിങ്ങൾ എന്താ നരേന്ദ്രമോദി അങ്ങനെ പല വാഗ്ദാനങ്ങളും പരസ്പരം ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരി, CPM-ഉം BJP-യും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനല്ല നിങ്ങൾ അങ്ങനെയല്ല എന്നെ കാണേണ്ടത്. മനസ്സിലായി. ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏജൻസികൾ അതിനകത്ത് ഓണാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന് കോംപ്രമൈസ് മെത്തേഡ് എടുക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. BJP CPM നോട്ട് ചെയ്തവരാണ്. ശരി, KT മറുപടി എന്താണ്? ഞാൻ കേട്ടില്ല. ഞാൻ ഈ അനിൽ ബോസിന് എന്ത് മറുപടിയാണ് പറയണമെന്ന് ആലോചിക്കുക. ഇദ്ദേഹം ചർച്ചകളിൽ കുറെ കൂടി സംയമനത്തോടു കൂടിയും കുറെ കൂടി ഒബ്ജക്റ്റീവായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ് വക്താവാണ് അനിൽ ബോസ്. പക്ഷേ അനിൽ ബോസിന് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആകെ പരിഭ്രാന്തി, നിലപാടില്ലായ്മ,
ആ നിലപാടില്ലായ്മ എന്ന് പറയുന്നത് അനിൽ ബോസിന്റെ വ്യക്തിപരമായ ഒരു ദോഷമല്ല. അയാൾ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ദൃഢീകരണമില്ലായ്മയാണ്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കുന്ന കാര്യത്തിൽ അനിൽ ബോസെ, താങ്കൾ ഇവിടെ എങ്ങനെ നാവിട്ടടിച്ചാലും കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിലപാടില്ല എന്ന് പറയുമ്പോഴും ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ഇപ്പോഴും ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ബി ജെ പി ഈ രാജ്യത്തെ മുഖ്യ ഭരണവർഗ പാർട്ടിയായി നിലനിൽക്കുമ്പോൾ ആ പാർട്ടി കേന്ദ്രാധികാരം ഉപയോഗിച്ച് രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാനും ഹിന്ദു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു മൃദുഹിന്ദുത്വ സമീപനം കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ അനിൽ ബോസ് ഈ മരയടി അടിക്കാൻ നല്ല സൗകര്യമാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട്. എവിടെ CPM എവിടെയാണ് സമരം ചെയ്തത്? ഞങ്ങളല്ലാതെ. അനിൽ ബോസെ, ഇവിടെ ഇപ്പോൾ നിഷാദ് ചൂണ്ടിക്കാണിച്ചു, ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ ബുൾഡോസർ രാജിൽ തകർന്നു പോയിരിക്കുന്ന കെട്ടിടങ്ങളെയും ആരാധനാലയങ്ങളെയും എല്ലാം സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുക. നിങ്ങൾ ആ ജഹാംഗീർപൂരിലും കൊറോഗോണിലുമൊക്കെ തന്നെ RSSകാർ സംഘം ചേർന്ന് രാമനവമി ആഘോഷത്തിൻ്റെയൊക്കെ മറവിൽ മുസ്ലിം ഗല്ലികളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് ആക്രമണം നടത്തി വലിയ പ്രകോപനമുണ്ടാക്കി, കലാപമുണ്ടാക്കി. എന്നിട്ടോ ഈ ആളുകളൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് മുനിസിപ്പൽ ഭരണാധികാരികളും പോലീസും ചേർന്ന് അവിടെ ബുൾഡോസർ രാജ് പ്രഖ്യാപിച്ചു. ആരുണ്ടായിരുന്നു വിരൽ ചൂണ്ടാൻ? രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നോ? സോണിയാഗാന്ധി പോട്ടെ, അവർ പ്രായമുള്ള നേതാവാണ്. കോൺഗ്രസിൽ ഏത് നേതാവുണ്ടായിരുന്നു? കമൽനാഥ് ഉണ്ടായിരുന്നോ? മധ്യപ്രദേശില്ലേ, കൊറോഘോൺ എന്ന് പറയുന്ന മധ്യപ്രദേശില്ലേ, ഏത് നേതാവുണ്ടായിരുന്നു? അവിടെ ഓടിയെത്തിയത് ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധത്തിൻ്റെ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഈ നഗ്നമായ കടന്നാക്രമണത്തിലായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തിയത് സഖാവ് ബൃന്ദ കാരാട്ട. അവർ CPMൻ്റെ PB അംഗമാണ്. മിസ്റ്റർ അനിൽ ബോസെ, താങ്കൾ വെറുതെ മരയടിയൊന്നും അടിച്ചിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും നോക്കണ്ട. നിങ്ങളുടെ നിലപാട് മൃദു ഹിന്ദു സമീപനം. ഇപ്പോൾ എന്താണ് സാമ്പത്തിക നയം ചർച്ച ചെയ്യണം. ഞാൻ സാമ്പത്തിക നയം അനിൽ ബോസിനോട് പറയാം. 2004 നിങ്ങളുടെ പാർട്ടിക്ക് BJP ഒഴിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പിന്തുണ നൽകിയവരാണ് ഞങ്ങൾ. ജനങ്ങളുടെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന വളരെ മൗലിക പ്രധാനമായ ചില ഉപാധികളാണ് ഞങ്ങൾ വെച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള അതിലേറ്റവും പ്രധാനമായിരുന്നു ഇന്ത്യൻ കൃഷിക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ സർഫാസി ആക്ട് എടുത്തു കളയണമെന്ന് സോണിയാഗാന്ധി അത് അംഗീകരിച്ചതാണ്. സോണിയാഗാന്ധി അത് അംഗീകരിച്ചതാണ്. ആ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതെടുത്ത് കളയാൻ ഞങ്ങളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ തയ്യാറായില്ല. അന്ന് സോണിയാഗാന്ധി എന്താ പറഞ്ഞതെന്നറിയോ? ഈ സർഫാസി ആക്ട് നിയമം മൂലം എന്താണ് എടുത്തു കളയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നടപ്പാക്കില്ല. അത് നടപ്പാക്കിയാൽ ഇടതുപക്ഷത്തിന് പിന്തുണ പോകും എന്ന ഭയമായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? 2009 ശേഷം വിദർഭ ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്രയിലെ കാർഷിക പ്രദേശങ്ങളിൽ 10,000ങ്ങളാണ് അനിൽ ബോസെ ജപ്തി ഭയന്ന് ആത്മഹത്യ ചെയ്ത് അഭിമാനികളായ ഇന്ത്യൻ കൃഷിക്കാര്. ആ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ സ്വാമിനാഥൻ കമ്മീഷനെ വെച്ചത്. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ മിനിമം പ്രൈസ്, താങ്ങുവില, സപ്പോർട്ട് പ്രൈസ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിനുള്ള മാനദണ്ഡവും വെച്ചു. നിങ്ങൾ നടപ്പാക്കിയോ? നിങ്ങൾ ഈ സാമ്പത്തിക നയം പറയുമ്പോൾ BJPക്ക് ഇന്ന് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ ധൈര്യം കിട്ടുന്നത് നിങ്ങൾ തുടങ്ങി വെച്ച നയങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. അനിൽ ബോസെ, ഞാനും നിങ്ങളും അബദ്ധം ഉണ്ടാക്കി എന്ന അഭിപ്രായം താങ്കൾ പറയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇരട്ടയക്കം നേടും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോകുന്നതാണ്. കാരണം നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന 1-2 മണ്ഡലങ്ങളിലാണെന്ന് തോന്നുന്നു. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിലാണ്. ഇരട്ടയക്കം എന്ന് പറഞ്ഞാൽ 10 സീറ്റെങ്കിലും ജയിക്കണം. അങ്ങനെ ഒരു സീരിയസ് പ്ലാൻ നിങ്ങൾക്ക്, ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? നിഷാദെ, ഇത് സീരിയസ് ആയി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ദേശീയ ഗവൺമെന്റിനെ പിന്തുണക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് 2014 കഴിഞ്ഞില്ല കേരളത്തിൽ നിന്ന്, 2019 കേരളത്തിൽ നിന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 2 മുന്നണികളും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. കേരളം എന്ന് പറയുന്നത് മാറാത്തൊരു സംസ്ഥാനമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ത്രിപുരയും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമുണ്ടായപ്പോൾ, ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമുണ്ടായപ്പോൾ
ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം നമുക്കറിയാവുന്നതല്ലേ. എത്രയെത്ര വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ത്രിപുരയടക്കമുള്ള CPM-ന്റെ കുത്തകയായിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന, ഒരിക്കലും മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർക്ക് പൊടിയിട്ട് മഷിയിട്ട് നോക്കിയാൽ പോലും ഒരാളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായില്ലേ. അപ്പോൾ കേരളത്തിൽ ഇത് ഞങ്ങളുടെ കോട്ടയാണ്, വലിയ കോട്ടയാണ് എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും രാഷ്ട്രീയ നയവും അവരുടെ നിലനിൽപ്പും അവരുടെ നിലപാടുകളും എല്ലാം ഈ രാജ്യത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കാരണക്കാർ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിൽ കേസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്തായിരുന്നു അവസ്ഥ? ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് ബുൾഡോസർ രാജ് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങ് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരുടെ നേതാവാണ് അത് ചെറുക്കാൻ വേണ്ടി ചെന്നത് എന്നുള്ള. അങ്ങനെ ചെറുക്കാൻ പോയി ബുൾഡോസറിന്റെ മുൻപിൽ നിന്ന് പത്രത്തിൽ വാർത്ത വന്നു എന്നുള്ളതല്ലാതെ അതിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തല്ലോ. എന്തായിരുന്നു അവസ്ഥ? ആ കേസ് സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി പറയും. അതായിരുന്നു ആ കേസിന്റെ വിധി. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്, ഇപ്പോഴും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വൃന്ദക്കാരായിട്ട് പോയ കേസിന്റെ വിധി അതായിരുന്നു. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയായിരുന്നു. അങ്ങനെയല്ലാതെ പിന്നെ എന്താ? സുപ്രീം കോടതിയാണ് സ്റ്റേ ചെയ്തത്. ആ കേസ് അനുവദിച്ചോ? ജഹാംഗീർപുരിയിലും ഓറഗോണിലും ഒക്കെ നടക്കുന്ന ബുൾഡോസർ രാജ് നിർത്തിവെക്കാൻ മുനിസിപ്പൽ അധികൃതർക്ക് ഇതിന് അധികാരമില്ല. ഒരു മുന്നറിയിപ്പ് നൽകാതെ മുനിസിപ്പൽ അധികൃതർക്ക് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ അധികാരമില്ലെന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. കേസിൽ ഒരു റിലീഫും കിട്ടിയില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ പൂർത്തിയാക്കാം ശ്രീ കുഞ്ഞിക്കണ്ണൻ. ആ കേസിൽ ഒരു റിലീഫും കിട്ടിയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കേസുമായി പോയി. അല്ലെന്ന് സുപ്രീം കോടതിയിൽ കേസുമായി പോയല്ലോ, പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ്. എന്തായി അവസ്ഥ? കിട്ടിയോ? അപ്പോൾ സ്വാഭാവികമായി രാജ്യത്തെ ജനങ്ങളെ, സംസ്ഥാനത്തെ ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു MP പോലും ഇവിടെ പിന്തുണക്കാനില്ലാതെ 20 MPമാരും പോയി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിന് വേണ്ടി പിന്തുണക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പിന്തുണക്കേണ്ട ആളുകൾ 20 പേരും പോയി ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് വികസനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഇരുന്ന് പണം വാങ്ങി തിരിച്ചു പോരുന്നതല്ലാതെ സൗകര്യങ്ങൾ അനുഭവിച്ച് തിരിച്ചു 2019 ദേശീയ സർക്കാരിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തതിനുള്ള നിരാശ ഇത്തവണ മലയാളികൾ പകരം വിട്ടും അല്ലെങ്കിൽ അതിന്റെ കടം തീർക്കുമെന്ന കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒരു കാര്യം എനിക്ക് കൃഷ്ണദാസ് പറയാനുള്ളത്, സുപ്രീം കോർട്ട് സ്റ്റേസ് ഡിമോളിഷൻ ഡ്രൈവ് ഇൻ ജഹാംഗീർപൂരി എന്ന് സെർച്ച് ചെയ്താൽ താങ്കൾക്ക് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കിട്ടും. അതിനുശേഷം നൂഹിലയും സുപ്രീം കോടതി ഇടപെട്ടത്. അപ്പോൾ താങ്കൾ ശരിയായും അല്ല മനസ്സിലാക്കിയിരുന്നത് എനിക്ക് തോന്നുന്നത്. എനിവേ, എനിക്ക് അവസാനിപ്പിച്ച സമയം. താങ്ക് യു അനിൽ ബോസ്, ഒപ്പം തന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.